ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, മത്തായി 17-ാം അധ്യായത്തിൽ യേശു പത്രോസിനെയും യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് പോയെന്ന് പറയുന്നു. അവിടെ വെച്ച് യേശു രൂപാന്തരപ്പെട്ടതും മോശയോടും ഏലിയാവിനോടും സംസാരിക്കുന്നതുമെല്ലാം അവർ കണ്ടു. അതവർക്ക് വളരെ നല്ല അനുഭവമായിരുന്നു. ആ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകാൻ അവർ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് മത്തായി 17:4 പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന് എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ശ്രദ്ധിപ്പിൻ എന്ന ഒരു ശബ്ദവുമുണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. അടുത്ത ഭാഗത്ത് യേശു അവരെ തൊട്ടു ഭയപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട്. ഈ വചനഭാഗങ്ങൾ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു. മോശയുടെയും ഏലിയാവിൻ്റെയും കൂടെ രൂപാന്തരപ്പെട്ട യേശുവിൻ്റെ സാന്നിധ്യം ശിഷ്യർക്ക് വളരെ സന്തോഷകരമായിരുന്നു. മോശയാൽ ന്യായപ്രമാണവും ഏലിയാവിനാൽ പ്രവാചക ശബ്ദവും ദൈവം നമ്മെ കേൾപ്പിച്ചു. യേശുവിനെ അവരോടൊപ്പം നിർത്തണമെന്ന പത്രോസിൻ്റെ അഭിപ്രായത്തോട് എന്നാൽ ദൈവത്തിന് യോജിപ്പുണ്ടായിരുന്നില്ല. ആരാണ് യേശുവെന്ന് അപ്പോൾ തന്നെ വെളിപ്പെടുത്തി. നാം എന്തു ചെയ്യണമെന്നും പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ് യേശു. യേശുവിൽ പിതാവായ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. നാം കേൾക്കേണ്ടത് യേശുവിനെയാണ്. പിതാവായ ദൈവം നമുക്ക് വ്യക്തമാക്കി തന്ന കാര്യങ്ങളാണത്. ആ ശബ്ദം കേട്ട് അവർ പേടിച്ചു വീണു. പക്ഷേ യേശു അവരെ ധൈര്യപ്പെടുത്തി. സഹോദരരെ, യേശു വരുന്നത് വരെ ന്യായപ്രമാണവും പ്രവാചക ശബ്ദവും എല്ലാം മനുഷ്യർ കേട്ടു. എന്നാൽ യേശു വന്നതോടെ യേശുവിൻ്റെ പ്രബോധനങ്ങൾ കേൾക്കാനാണ് പിതാവായ ദൈവം നമ്മോട് പറയുന്നത്. എന്നാൽ യേശു പറയുന്നു, മത്തായി 5:17, കേൾക്കൂ, ഞാൻ വന്നത് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കിക്കളയാനാണെന്ന് ചിന്തിക്കരുത്. നീക്കിക്കളയാനല്ല, മറിച്ച് അവയെ പൂർത്തീകരിക്കാനാണ്. ദൈവപുത്രനായ യേശു വന്ന് എല്ലാം പൂർത്തീകരിച്ചു. യേശുവിൻ്റെ സ്ഥാനവും നാമവും മോശയ്ക്കും ഏലിയാവിനും എല്ലാം പ്രവാചകന്മാർക്കും എല്ലാം മേലെയാണ്. ഇവരോടൊപ്പമല്ല എന്ന് പിതാവായ ദൈവം സ്വന്തം ശബ്ദത്താൽ നമുക്ക് വ്യക്തമാക്കി തന്നു. എന്താണ് ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ? യോഹന്നാൻ 14:6, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, ഞാനും വഴിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പിന്നെ എന്തിനാണ് വളഞ്ഞ വഴി? ആ വളഞ്ഞ വഴിയെ ന്യായീകരിക്കാൻ മനുഷ്യർ പെടുന്ന പാട് കാണുമ്പോൾ വിഷമം തോന്നുന്നു സഹോദരങ്ങളെ. മാർക്കോസ് 16:16, വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവർ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. യോഹന്നാൻ 4:24 യേശു പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നായിരുന്നു. എന്താണ് സത്യമെന്ന് യേശു യോഹന്നാൻ 17:17 പറയുന്നുണ്ട്, കേൾക്കൂ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനം സത്യം തന്നെ. യേശു നൽകിയ മഹത്തായ 2 കൽപ്പനകൾ മത്തായി 22:35-40 വരെയുള്ള ഭാഗങ്ങളിൽ കാണാം. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് ഏറ്റവും വലുതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തതും ഇതുപോലെയാണ്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ എല്ലാ നിയമവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ന്യായപ്രമാണം നൽകിയ മോശയും പ്രവാചകന്മാരുടെ പ്രതിനിധിയായ ഏലിയാവുമെല്ലാം ദൈവത്തിൻ്റെ പുത്രനായ യേശുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. കഴിഞ്ഞ 2000 വർഷമായി യേശുവിനെ ശ്രദ്ധിക്കുമെന്ന് നമ്മോട് പിതാവായ ദൈവം പറയുന്നുണ്ട്. ആര് കേൾക്കും? കേൾക്കുന്നവർക്ക് അവിടുത്തെ നിത്യജീവനും ദൈവരാജ്യവുമുണ്ട്. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.